ഓർമ്മപ്പെടുത്തുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സ്റ്റിൽ ലവ് ജീസസ്. കർത്താവിന്റെ സ്നേഹത്തിങ്കിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പരാജയപ്പെട്ട ഒരു ദേശത്തേക്ക് കർത്താവ് പോകാൻ ശിഷ്യന്മാരോട് പറയുക, അക്കരയ്ക്ക് പോകാനായിട്ട് അവർ പടക് കയറി ഇറങ്ങി. പടക് കയറി പോകുമ്പോൾ മറ്റൊരു ഭാഗം കൂടെ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കടലിന്റെ നടുവിലേക്ക് ചെല്ലുമ്പോൾ കാറ്റും കോളും വല്ലാത്ത അനുഭവം വന്നപ്പോൾ ഈ യേശു ഇരുന്ന ശിഷ്യന്മാരുള്ള പടകല്ലാതെ കൂടെ ഇറങ്ങിയ ചെറു പടകിനെ ഒന്നും കാണാനില്ല. കാരണം കാറ്റും മഴയും വരുന്നത് കണ്ടപ്പോഴേ അവർ തിരിച്ചുപോയി. എന്നാൽ യേശുവിനോട് കൂടെയുള്ള ശിഷ്യന്മാർ കർത്താവിനെയും കൊണ്ട് ആ പ്രതികൂലത്തിന് നടുവിലൂടെ അരുമനാഥൻ പറഞ്ഞ വാക്ക് കേട്ട് മറുകര ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നു. ഈ ലോക ജീവിതത്തിലും അങ്ങനെ തന്നെയാ. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് കർത്താവിനോട് കൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകുന്ന നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്മാറാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിന്റെ പടകിനെ സൂക്ഷിക്കുന്നത് ദൈവമാണെന്ന് മറന്നുപോകരുത്. നിന്റെ പടകിൽ കർത്താവുണ്ടെങ്കിൽ ആ പടക് തകരുവാൻ യേശു അനുവദിക്കില്ല. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സമയം ഇവിടെ അവസാനിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു ഇരുന്ന പടകിലും പ്രതികൂലങ്ങൾ തള്ളിക്കയറി. അവരുടെ പടക് മുങ്ങുന്നത് പോലെ നാശകരമായ അനുഭവം അവർക്കുണ്ടായി. അവർ തന്നാൽ ആവോളം ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ യേശുവിനെ വിളിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നോക്കണമേ, അവസാനത്തെ സമയത്താണ്. എല്ലാം പ്രതികൂലമാകുന്നത് വരെ അവർ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കാരണം എന്ത്? ആ വന്ന കാറ്റും പ്രതികൂലവും സാധാരണയായി ഉണ്ടാകുന്നതല്ല. ഈ ശ്രമിച്ച ശിഷ്യന്മാരെല്ലാം ആ തടാകത്തിൽ മീൻ പിടിക്കുന്ന ആളുകളാണ്. അവരുടെ പത്രോസിനൊക്കെ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെക്കാട്ടിലും പ്രായമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനൊക്കെ കണ്ടിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ വലുതാണ്. ഇവിടെ ഇത്ര നാളും ആഞ്ഞടിച്ച കാറ്റുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതും വലിയ സാരമില്ലെന്ന് കരുതി. എന്നാൽ ഇവർക്കറിയില്ല ആ ഗദരദേശത്തുണ്ടാകുന്ന പ്രതിഫലനത്തിന്റെ പ്രതികൂലമായ അനുഭവമാണ് ആ കാറ്റെന്ന് അവരറിഞ്ഞില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ സാധാരണ കാറ്റുകളല്ല. ഇവിടെ ശിഷ്യന്മാർ ആവോളം ശ്രമിച്ചു. കാരണം അവർ ഒരുപാട് കാറ്റും കോളുകളും അവിടെ കണ്ടിട്ടുള്ളത്. പക്ഷേ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. കാരണം സാധാരണ കാറ്റല്ല, അത് പ്രതികൂലം വന്നത് ഗദരദേശത്തെ 12,000 ഭൂതം ബാധിച്ച ആ മനുഷ്യന്റെ വിടുതലിന് തടസ്സം നിൽക്കേണ്ടതിന് പ്രതികൂലമായി അടിച്ച കാറ്റായതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയരെ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രമാണം മുറുകെ പിടിച്ചിട്ടുള്ള പല പ്രിയപ്പെട്ടവർക്കെതിരെയും കാറ്റാഞ്ഞടിക്കും. പടകിൽ കർത്താവുണ്ടെങ്കിൽ മുഴങ്കാൽ മടക്കി ആ നല്ല അപ്പനോട് പറയുവാൻ നാം പ്രാരംഭത്തിങ്കലേ തയ്യാറാവണം. എങ്കിൽ ആ നല്ല കർത്താവ് ആ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ദൈവമാണ്. അവരുടെ അവസാനത്തെ ശ്രമവും പാഴായപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. എത്ര നാളായി പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, എത്ര നാളായി പല രീതിയിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും പരാജയം നിന്നെ ഭരിക്കുന്നെങ്കിൽ നിന്റെ പടകിലേക്ക് യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്യുക. ആ കർത്താവ് നിന്റെ പടകിൽ വന്നാൽ, നിന്റെ ജീവിതത്തിൽ വന്നാൽ ആ പ്രതികൂലങ്ങൾ അപ്പാടെ മാറുമെന്ന് സ്നേഹത്തോടെ ഈ ദേശത്തോട് ഓർമ്മപ്പെടുത്തുകയോ. പടകിലുള്ള യേശുവിനെ ശിഷ്യന്മാർ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?
കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതെ ഇരിക്കുക എന്ന് പറഞ്ഞു. നിരവധി കാര്യങ്ങൾ പറയേണ്ടത് ഭാഗമാണെങ്കിലും കർത്താവിന്റെ വാക്കിന് ശാന്തതയുണ്ടായി. അടുത്ത ഭാഗം നാം വായിക്കുന്നത് 5:1. എവിടേക്കാണോ അവർ യാത്ര പുറപ്പെട്ടത്, ആ മറുകരയിൽ അവരെത്തുവാൻ